ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോമൺ ആയിട്ട് കുറേ ആൾക്കാർക്ക് കുറേ ആസ്പിരൻസിന് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ പതിയെ ആ മോട്ടിവേഷനൊക്കെ ഇല്ലാതായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണ് ആ മോട്ടിവേഷൻ ഇല്ലാതായി പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ 1 ഇയർ ആയിക്കോട്ടെ, 2 ഇയർ ആയിക്കോട്ടെ, 3 ഇയർ ആയിക്കോട്ടെ, ഇത്രയും ഇയേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്ന് എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു 5 ടിപ്സാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ സ്മോൾ ഡെയിലി ഗോൾസ്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തുടങ്ങുക. ഒരു ദിവസത്തിൽ നിങ്ങൾ വലിയൊരു പ്ലാൻ ഇട്ട് വെക്കാതെ ചെറിയ പ്ലാൻ ഇടുക. 5 മിനിറ്റിൽ ഞാനൊരു ന്യൂസ് പേപ്പർ ഒരു ടോപ്പിക്ക് വായിക്കുന്നോ, അല്ലെങ്കിൽ 5 പേജ് ഒരു ദിവസം വായിക്കുന്നോ, 10 MCQ ചെയ്യുന്നോ, അങ്ങനെ ചെറിയ ചെറിയ ഡെയിലി ടാസ്ക് നിങ്ങൾ കൊടുക്കുക. ബൾക്കായ ടാസ്ക് കൊടുത്താൽ നിങ്ങൾക്ക് മടുപ്പായി പോകാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ കേരളത്തിലെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആൾക്കാരുടെ കോട്ട്സ് വായിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് അവരുടെ ഇന്റർവ്യൂസ് കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ ലെവൽ കൂട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ദെൻ നോട്ട് യു വൈ, അതായത് നിങ്ങൾക്ക് ഈ UPSC എന്തിനാണ്, ഞാൻ എന്തിനു UPSC ആവണം, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് UPSC തിരഞ്ഞെടുത്തത്, എനിക്ക് UPSC തിരഞ്ഞെടുത്തോണ്ട് ഞാൻ എന്താണ് സൊസൈറ്റിക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ക്ലിയർ വിഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് ഞാൻ സർവീസിന് വേണ്ടിയിട്ടാണോ, ഫാമിലിക്ക് വേണ്ടിയിട്ടാണോ, അങ്ങനെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് UPSC തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതൊരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ ചുമരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഞ്ചിലോ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ എന്തിനാണ് UPSC എടുത്തത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. ദെൻ അടുത്ത മിസ്റ്റേക്ക്, ബാലൻസ്ഡ് ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം. അതായത് ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ തുടങ്ങി എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു ബാലൻസ്ഡ് ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം. ഓവർ സ്ട്രെസ് ഇല്ലാതിരിക്കണം. ദെൻ പോസിറ്റീവ് കോട്ട്സ്, കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കോട്ട്സ് വായിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സറൗണ്ടിങ്സ്, ഇപ്പോൾ നേച്ചറിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടെ നിങ്ങൾ മോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കും. UPSC ക്രാക്ക് ചെയ്യാൻ നോളേജ്, കൺസിസ്റ്റൻസി, അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ഉണ്ടായാൽ മാത്രം മതി. സോ അത് പ്രോപ്പറായിട്ട് ഉണ്ടാവുക എന്ന് വേണം ചെയ്യാൻ. അതേ പ്രോപ്പറായിട്ട് നിങ്ങൾ അതിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഈ മിസ്റ്റേക്സ് ഈ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി UPSC നിങ്ങൾ ക്ലിയർ ചെയ്ത പോലെ ആയിരിക്കും. താങ്ക് യു.